So, hello guys, welcome back to another episode of Minecraft. ഇന്ന് സിദ്ധാർത്ഥ മൈൻക്രാഫ്റ്റ് നടത്തി പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പം പയ്യനുണ്ട് കേട്ടോ അപ്പുറത്ത്. രാത്രി കിടന്നുറങ്ങുന്നു. ഹലോ. ഹലോ. ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ് സിദ്ധാർത്ഥ്? ഇന്ന് നമ്മള് മൈൻക്രാഫ്റ്റിലെ പുതിയ അപ്ഡേറ്റ് ആയ ഗാസ്റ്റിനെ പിടിക്കാൻ പോകുന്നു. അതെ ഗാസ്റ്റിനെ പിടിക്കാൻ നമ്മൾ കുറെ നോക്കിയപ്പം ഗാസ്റ്റിനെ തപ്പിയെടുക്കുന്നതൊക്കെ പാടാണ്. അതുകൊണ്ട് സോപ്പാടോ ട്രേഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് വെച്ച് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഇത്രയും വലിയൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയാ. ഗോൾഡൻ ക്യാറ്റ് ഒന്ന് എടുത്തു. തിന്നട്ടെ, നമ്മളിപ്പോ റിച്ച് ആണ്. ഗോൾഡൻ ക്യാറ്റ് ഒക്കെ തിന്നത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇവന്മാരെ ട്രേഡ് ചെയ്ത് ഈ ചെസ്റ്റ് തുറന്ന് നിൽക്കുമ്പോൾ ഇതിന്റെ അകത്ത് 7 ട്രൈഡ് ഗസ്റ്റ് ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് 2 എടുക്കാം. ഒരെണ്ണം എടുക്കേണ്ട ആവശ്യമുള്ളു. അവന് കൊടുക്കുവാണോന്നൊന്നും ഇല്ല, എന്നാലും പോട്ടെ, കാര്യം നമ്മളിവിടെ കളിക്കുന്നതല്ലേ. ഓക്കെ, ഞാൻ തിരിച്ച് ഇനി നമ്മളെ വീട്ടിൽ അങ്ങോട്ട് പോട്ടെ. വരണ്ട, നീ അവിടെ നിന്നാ മതി. താങ്കള് എത്തിയില്ല? രാത്രി പകൽ ഏതാ? രാവിലെയാണ്, പക്ഷെ നല്ല മഴയുണ്ട്. ആ മഴ ഓ, മാറുന്നതിന് മുമ്പ് ഇവിടെ ഞാനൊന്ന് ശരിയാക്കട്ടെ. ഓക്കെ. സംഭവം ക്രീപ്പർ ഏതാണ്ട് അവൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതെ, ക്രീപ്പറൊക്കെ പൊട്ടിച്ചായിട്ട് അതൊന്ന് ശരിയാക്കിട്ട് വന്നാൽ മതി. നിന്റെ ഒരു ബൂട്ട് ഇവിടെ ഇരിക്കുന്നല്ലോടാ. ഏത് ബൂട്ട്? ഒരു ആ, ഡയമണ്ട് ബൂട്ട് കൊണ്ടുവരണേ. ആ, ചെസ്റ്റി ഇരിക്കുന്ന എടുത്തോണ്ട് വന്നാലും മതി. ഞാൻ ഇതേ വെച്ചേക്കുന്ന എടുത്തു. എന്റെ ഇത് തന്നെ, എന്റെ ഒരു എക്സ്ട്രാ ബൂട്ട് ഉണ്ട്. അത് ഞങ്ങള് ബാസ്റ്റണിൽ പോയപ്പോഴൊന്ന് ചത്തായിരുന്നു. അതൊക്കെ അത് അവന്റെ വീഡിയോ കാണാം നിങ്ങൾക്ക്. അത് ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. നമ്മൾ ആദ്യം അതാ റെക്കോർഡ് ചെയ്തേ. ശരിയാക്കിയെന്ന് തോന്നുന്നു പയ്യൻ കേട്ടോ. നമുക്കിപ്പോ തിരിച്ചു കയറാം. എന്റെ സുഹൃത്തുക്കളെ, നാളുകൾക്ക് ശേഷം നമ്മൾ അങ്ങനെ ഓവർ വേൾഡിൽ എത്തിയിരിക്കുന്നു. നമുക്ക് ഇതുങ്ങളെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വന്നേ, പോർട്ടലിൽ അങ്ങോട്ട് വന്നേ. ഞാൻ വരുന്നേ. ഇതിനെന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റഡ് ആണ്. നമ്മള് അധികം ലാഗ് അടുപ്പിക്കാണ്ടാന്ന് വെച്ചിട്ട് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കൊഞ്ചം പണിയുണ്ട്. നമ്മുടെ വീഡിയോ എല്ലാം വളരെ ലെങ്ത് ആണ് എപ്പോഴും, അതുകൊണ്ട് നമ്മളൊന്ന് ഷോർട്ട് ആക്കിയതാണ്. ഇനി നിങ്ങൾ ലെങ്തിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട. വളരെ ഷോർട്ട് ആയിരിക്കും വീഡിയോ. ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള വീഡിയോസിനെ എടുത്തുള്ളൂ. ഇതിനെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. ഡ്രൈഡ് ഗ്യാസ്. ഞാൻ ഇടട്ടോ അതോ നീ നിന്റെ ഇട്ടോളൂ? ഞാൻ വരുന്നു. അതിനായി ആദ്യം നമ്മൾ ഒരു കുഴിയിൽ വെള്ളം എടുക്കുക. എന്ത് ചെയ്യണ്ടേ? എന്റെ ചെരുപ്പ്. ഓക്കെ, ഞാൻ വെക്കാൻ പോവാണ്. നമ്മൾ ഡ്രൈഡ് ഗ്യാസിനെ എടുത്ത് ഈ കുഴിയുടെ നേരെ ഇങ്ങനെ ഒന്ന് നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ 3 തവണ കറങ്ങുക. 1, 2, 3. എന്നിട്ട് നേരെ ഇതിലോട്ട് വെക്കുക. എന്നിട്ട് തിരിച്ചിറങ്ങണം. അപ്പൊ ഗൈസ്, നമ്മൾ വീണ്ടും വന്നു. നമ്മള് വേണ്ട ഈ ഡ്രൈഡ് കാസ്റ്റിന്റെ ഇതിന്റെ തിയറി പറഞ്ഞോട്. തിയറി ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഡ്രൈഡ് കാസ്റ്റ് ഉണങ്ങിയിരിക്കുന്ന കാസ്റ്റ് ആണ്. അതിനെ വെള്ളത്തിൽ ഇടുമ്പോ അത് ഉണരും, നനഞ്ഞ് കുതിർന്ന് വലുതാവും. ഇത് വലുതാവാൻ എങ്ങനെയാലും 1.5 മണിക്കൂറെങ്കിലും എടുക്കും. എന്നാലും നമുക്കിനി ഇതെല്ലാം വലുതായിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ചു നേരം ആയി കാണുമല്ലേ? കുറച്ചോ എത്ര നേരമായിട്ട് ഇരിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഒരു വഴിയായി. അല്ലാണ്ട് എന്തുവാ, അവന്മാര് വളരത്തുമില്ല. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയായിരുന്നു ഇരുന്ന്. അതാ അവന്മാരെ പോയി നോക്കിയാലോ? നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തത് ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്തോളാം. നീ അങ്ങോട്ട് നോക്കാം. നമ്മൾ കുറച്ച് ഇതിന്റെ സംഭവം മെയിൻ സാധനം നിങ്ങൾക്ക് അവന്റെ വീഡിയോ കാണാം. നമ്മൾ ഇത്ര എമറാൾഡ് ആക്കി. ഇത് ഫുള്ള് ഡയമണ്ട് ബ്ലോക്ക്. അത് മറ്റേ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും നിങ്ങള്. നമ്മളിവിടെ ഈ സാധനമൊക്കെ വെച്ച് നമ്മള് ആർമർ സെറ്റ് ചെയ്യാൻ നോക്കി, നടന്നില്ല. അതിനൊരു സാധനവും കൂടെ വേണമായിരുന്നു. നമുക്കപ്പോ നേരെ അവന്മാരുടെ അടുത്തോട്ട് പോവാം. പോയി കടന്നിട്ട് വരാം. കിടക്ക്. അത്രയായോ? എടാ, ഉച്ചയാണോ? അപ്പൊ ടൈമോട്ട് വാ. ഉച്ചയോ? എനിക്ക് മഴ പെയ്യുന്നു. നിനക്ക് മഴ പെയ്യുന്നില്ലേ?
എനിക്ക് മഴയൊന്നുമില്ല. എനിക്ക് കണ്ട നല്ല വെയില്, തലവേദന എടുക്കുന്നു. ഓ ഞാൻ വരുന്നു, ഞാൻ ഇപ്പുറത്തോടെ വരുന്നു. വാ ഞാൻ പറഞ്ഞ ഇത് ഇങ്ങനെ എന്താടാ, എവിടെയാ കുഴി? എവിടാ കുഴിച്ച നീ? ഇപ്പറത്തെ ഇവന്മാര് എടാ എന്ത് പറ്റി? എടാ വലുതാണ് ഇവന്മാര്, ഡയറക്റ്റ് വലുതായി. ചെറുതാവുന്നതിന് മുമ്പ് നമ്മള് കണ്ടില്ല. ചെറുതാതിന് വലുതായോ? ഡയറക്റ്റ് വലുതായി. എനിക്ക് തോന്നുന്നു ഇവിടെ റണ്ടറായി കിടക്കുമായിരുന്നെന്ന് തോന്നുന്നു. അയ്യോ, വേണ്ട ഒരുത്തൻ പറന്ന് കിടക്കുന്നു. മറ്റേവനെന്തേ? ഒരുത്തൻ നാട് ഇവിടെ പറന്ന് നടക്കുന്നട്ടെ. മറ്റേ നോക്ക് തപ്പ് ഇവിടെ എവിടെയും കാണും. നമ്മളാ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള സാഡി സാധനം, അതൊന്ന് എടുത്തോണ്ട് വരട്ടെ, ഇല്ലെങ്കിൽ ഇനി പണി കിട്ടും. നമുക്ക് ആ സാഡിൽ നിന്ന് എടുത്തോട്ടെ. ശരി. എടാ അത് കാണിക്കാൻ പറ്റിയില്ലല്ലോടാ. അതുകൊണ്ട് വേണ്ട, അത് മറ്റേ നിൽക്കുന്നു. അവനവിടെ ഇപ്പൊ ഉണ്ടോ? നമ്മുടെ ഇവിടെ വീറ്റ് ഫാമിന്റെ അവിടെ. വീറ്റ് ഫാമിന്റെ അവിടോ? ഇവിടെ അവൻ കാണാതെ കളറൊക്കെ അടിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അതുപോലെ ഞാൻ ഇവനെ പിടിച്ചോളാം. അവനെന്തോടാ സൂര്യൻ കളിക്കുന്ന വട്ടത്തിൽ കറങ്ങി? കെട്ടാനും പറ്റുന്നില്ല. കെട്ടാൻ അവൻ താഴത്തെ റേഞ്ചിലോട്ട് വരണം ഇച്ചിരിയോടെ. സ്കഫോൾഡിങ് കയറാം. രാത്രിയാവുന്നു. എന്നാലും ഇതൊരുമാതിരി വല്ലാത്തൊരു പണിയായിപ്പോയെ. അതെ, വല്ലാത്ത ഇതായിപ്പോയി. രാത്രി നീ വീട്ടിൽ പോയി കിടക്കോ? ഞാൻ ഇവിടെ കിടക്കാം. ഞാനിവിടെ കിടന്നു. ഗുഡ് നൈറ്റ്. പെട്ടെന്ന് ആട്ടങ്ങോട്ടെ. ഞാൻ ആ കട്ടില് പൊട്ടിച്ചും കയ്യിലെടുക്കും, എന്നിട്ട് നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കിടത്തും. കാണണോ? പോയി കിടന്ന് ഉറങ്ങടാ, പാചകടിക്കാതെ. താളവടി മാത്രം. പേടിയുണ്ട്. ആർക്ക്? ആരോ? നീ മറ്റവനെ പിടിച്ചോ, ഞാൻ ഇവനെ എങ്ങനെയെങ്കിലും പിടിച്ചോളാം. ശരി, ഞാൻ മറ്റവനെ പോയി പിടിക്കട്ടെ. ഇതെങ്ങനെയാടി ഇവിടെ വന്നേ? അവൻ വെള്ളത്തിൽ സേഫ് ലാൻഡ് കളിക്കുന്നു. എനിക്കാണെങ്കിൽ വെള്ളത്തിലോട്ട് പോകാനും പറ്റുന്നില്ല. ലീശ് വട്ടം വന്ന് ലീശ് കൊണ്ടില്ല. ഓക്കെ, ഞാൻ പിടിച്ചു. എടാ നിന്റെ താഴെ നിക്കുന്നല്ലടാ, എന്റെ ഇച്ചിരി മണ്ടയ്ക്കാ. ഇവന് ഞാൻ എന്റെ സാഡ് ചിട്ട് കൊടുക്കട്ടെ. നിന്റെ സാഡിലും കൊണ്ട് എന്റെ അടുത്തോട്ട് വരാൻ പറ്റുമോ? ഞാൻ വരാം. പിടിച്ചടാ. പിടിച്ചോ? നമുക്ക് എന്റെ ഔദാര്യമൊന്നും വേണ്ട. ഇവന്റെ സൗണ്ട് കേട്ടോ? എങ്ങനെയാടാ ഇതിന്റെ മണ്ടയ്ക്ക് ഇത് ഇടുന്നേ? കേറി മണ്ടയ്ക്ക് കേറി. ഇതാണ് എന്റെ ഗ്യാസ്. അയ്യോ, അടിയില് മറ്റേ സാധനം കിടക്കുന്നു. ഇതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നേ? ഇതല്ലേ? ഇത് തന്നെ. കിട്ടി. നമുക്ക് സിദ്ധാർത്ഥിന് അങ്ങോട്ട് പോവാം. യാസിനെ ഓടിക്കാൻ പുറവശമാണെന്ന് തോന്നുന്നു ഇച്ചിരി കൂടെ നല്ലത്. മറ്റേ അതുകൊണ്ട് സിദ്ധാർത്ഥ അവിടെ കേറാൻ പറ്റാതെ നോക്കിയിരിക്കുക. എന്റെ കളിയൊക്കെ എന്റെ മണ്ടയ്ക്ക് കയറി, ഞാൻ മണ്ടയ്ക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇത് കേറ്. ഒരെണ്ണം മതി. കേറിക്കോ, റൈഡ് അടിച്ചോ. എന്റെ മണ്ടയ്ക്ക് ഇറങ്ങ്. എന്റെ മണ്ടയ്ക്ക് കയറി നിക്കണ, എന്നിട്ട് നിന്റെ മണ്ടയ്ക്കോട്ട് ചാടാനാ. ഞാനിവിടെ ഡയർ ദ ഫിയർ ഷോ ചെയ്യാൻ പോവാ. എനിക്ക് നീ മണ്ടയ്ക്ക് നിൽക്കുന്നോണ്ട് ഇവനെ അനക്കാൻ പറ്റത്തില്ല. നക്ക് താന്ന് കേറാ. നമുക്ക് ഇതിനെ കൊണ്ട് നമ്മുടെ വീടിന്റെ മണ്ടയ്ക്കോട്ട് പോവാം. വാ. നമ്മള് വീടിന്റെ മണ്ടയ്ക്ക് ഒരു ഫെൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ,
എന്താ സ്പീഡില്ല. സ്പീഡ് ഇല്ലാത്തത് ശരി ഒരു പ്രശ്നമാണ്. ഒട്ടും സ്പീഡില്ല. അത് വളരെ വലിയ പ്രശ്നമാണ്. എലേട്ര ഉള്ളപ്പോ നമുക്ക് പിന്നെ ഇതിന്റെ ആവശ്യമില്ല. എലേട്ര കിട്ടുന്നിടം വരെ ഇത് ഉപയോഗിക്കാനും പോകുന്നില്ല നമ്മള്. അധികം ഒന്നും ചില ഉപയോഗിക്കത്തില്ല. സന്ദർഭങ്ങളിൽ മാത്രം. കാര്യം ഇതിന് സ്പീഡില്ല. അതെ ഒട്ടും സ്പീഡില്ല. നമ്മൾ ഭയങ്കര ഷോയത്. നീ എവിടെ? ഞാൻ വേണ്ട ഏറ്റവും മണ്ടക്ക് എത്തി. ഞാൻ ലീഷ് എടുക്കാൻ താഴോട്ടൊന്ന് ലാൻഡ് ചെയ്യിപ്പിച്ചവനെ. നമുക്ക് ആകാശത്ത് വെച്ച് ഔട്ട്രോ എടുക്കാം. അതെങ്ങനെയുണ്ട് ഐഡിയ? ഗുഡ് ഐഡിയ. ഞാൻ കൊണ്ട് നിർത്തിയേക്കുന്ന ലെവലിൽ കൊണ്ടുവന്ന് ഇവനെ നിർത്തണേ. നിർത്താമേ. ഓക്കെ. അവന്റെ കണ്ണാടി ഊരി. പക്ഷെ നമുക്ക് അത്ര ആംഗിള് കിട്ടത്തില്ല. ഇത്തിരി പൊക്കണേ. തിരി. ഓക്കെ, നമുക്ക് ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ച് വലിയ വീഡിയോ ആയിട്ടൊന്നും ഇല്ലത്. നമ്മളൊരു വിഷയം വീഡിയോ വരുന്നുണ്ട്. ഈ അടിപൊളി ഒരു വിജയം വീഡിയോ കൊണ്ട് ഒരു ദിവസം വരുന്നുണ്ട്. നമ്മളിതിൽ ഇച്ചിരി വിഷയം ബില്യണേഴ്സ് ഒക്കെയാണ് ഇപ്പൊ ഇതില്. നിങ്ങൾക്ക് സിദ്ധാർത്ഥന്റെ വീഡിയോ കാണാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇനി എന്ത് സംഭവിക്കും? ചന്ദനമഴ പോലെ നീണ്ടു പോകുമോ ഇത്? അതോ ഇവിടം കൊണ്ട് നിൽക്കുമോ കുടുംബ പരമ്പര? അയ്യോ, അവൻ ചത്തായിരുന്നെങ്കിൽ. അപ്പൊ ബൈ ബൈ.